എല്ലാവർക്കും നമസ്കാരം. 10th പ്രിലിംസ് 20 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി പാർട്ട് 1 ആണ്. അതായത് പ്രധാനപ്പെട്ട അതിരുകൾ, കാര്യങ്ങൾ, നദികളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ അതിർത്തി ഏതാണ്? ബംഗ്ലാദേശാണല്ലേ. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്നത് ആരുമായിട്ടാണ്? ബംഗ്ലാദേശാണ്. ചൈന രണ്ടാമത്, പാകിസ്ഥാൻ മൂന്നാമതുമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ഏറ്റവും പഴക്കം ചെന്നത് ആരവല്ലി അല്ലേ. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മടക്ക് പർവ്വതങ്ങളിൽ ഒന്നാണ് ഏത്? ആരവല്ലി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ നദി ഏതാണ്? വൃദ്ധഗംഗ, ഗോദാവരി അല്ലേ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അതിൻ്റെ വലിപ്പവും പ്രായവും കണക്കിലെടുത്തിട്ടാണ് വൃദ്ധഗംഗ അല്ലെങ്കിൽ ദക്ഷിണഗംഗ എന്നൊക്കെ അത് അറിയപ്പെടുന്നത്. വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? വിസ്തീർണത്തിൽ ഏതാണ്? രാജസ്ഥാനാണ് അല്ലേ വിസ്തീർണത്തിൽ. രണ്ടാം സ്ഥാനത്ത് മധ്യപ്രദേശും മൂന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണല്ലേ. 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണിപ്പോൾ? ലഡാക്ക് ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഇന്ദിരാക്കോളാണ് കേട്ടോ, ഇന്ദിരാക്കോൾ. അടുത്തത്: വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്നത് എന്ത്? നമ്മളിത് ഇന്ത്യ ജോഗ്രഫി അല്ലേ, ഇന്ത്യ ജോഗ്രഫിയുടെ SCERTയിൽ ആ ഒരു ചാപ്റ്ററിൽ ഒരു ബോക്സൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാത്? ലൂ ആണ്. മെയ് ജൂൺ മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉച്ചതിരിഞ്ഞ് വീശുന്ന ശക്തമായ ചൂടുള്ള വരണ്ട കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സന്ധിക്കുന്ന മലനിര, ഏതാണ്? നീലഗിരി അല്ലെ, നീലഗിരിയാണ്. നീലഗിരിയിൽ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാ? ധോഡാബേട്ട അല്ലേ. ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ബാരൻ ദ്വീപ് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് അല്ലേ. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയിലെയും ഒരേ ഒരു സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ഐലൻഡ്. താഴെ പറയുന്നവയിൽ അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? അറബിക്കടലിൽ പതിക്കുന്നത് ഏതാണ് ഇതിൽ വരുന്നത്? താപ്തിയാണ് കേട്ടോ. നമ്മുടെ മഹാനദി ഗോദാവരി കൃഷ്ണ അതെവിടെയാണ് പതിക്കുന്നത്? കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് അല്ലേ. താപ്തി എങ്ങോട്ടാണ്? അറബിക്കടലിൽ. അത് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലെടുക്ക് ഏതാണ്? ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലെടുക്കാണ് അല്ലേ, പാക് കടലെടുക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് എവിടെയാ? ഉത്തർപ്രദേശ്. ജനസാന്ദ്രതയിൽ ഒന്നാം സംസ്ഥാനം ഏതാണ്? അത് ബീഹാറാണ് കേട്ടോ. ജനസാന്ദ്രതയിൽ ഒന്നാം സംസ്ഥാനം ബീഹാറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മജുലി ദ്വീപ് എവിടെയാണ്? അസമിലാണ്. എവിടെയാണ്? അസമിലെ ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി. അത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല കൂടിയാണ് കേട്ടോ അത്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും ലാസ്റ്റ് വരുന്നുണ്ട്, സ്കിപ്പ് ചെയ്ത് പോകരുത്, എല്ലാം പഠിക്കണം കേട്ടോ. ഇന്ത്യയുടെ കേന്ദ്ര രേഖാംശമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്ന പ്രധാന നഗരം ഏതാണ്? പ്രധാന നഗരം മിർസാപൂർ അല്ലേ, അലഹബാദ്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം IST കണക്കാക്കുന്നത് ഉത്തർപ്രദേശിലെ ഈ അലഹബാദിനടുത്തുള്ള മിർസാപൂരിലൂടെ കടന്നു പോകുന്ന കിഴക്ക് രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആനമുടിയാണ് കേട്ടോ. 2695 മീറ്റർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഹിരാക്കുഡ് എവിടെയാ? മഹാനദി അല്ലേ. ഒഡീഷയിലെ മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടുമാണ്.
മൂന്ന് വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. മൂന്ന് വശങ്ങളും ബംഗ്ലാദേശിനാൽ ത്രിപുര അല്ലേ. മൂന്ന് വശത്തും ബംഗ്ലാദേശായി ചുറ്റപ്പെട്ട സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ത്രിപുര. ഹിമാലയ പർവ്വതനിരകളുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെ? ഏറ്റവും തെക്കേ അറ്റത്ത്, ഏറ്റവും ഔട്ടർ ഹിമാലയാസ് എന്ന് നമ്മൾ പറയും. ഏതത്? അത് ശിവാലിക് ആണ് കേട്ടോ. ഏറ്റവും തെക്കേ അറ്റത്തും അതോടൊപ്പം തന്നെ ഉയരം കുറഞ്ഞതുമായത് ഔട്ടർ ഹിമാലയ ഏതാണ്? ശിവാലിക് നിരകളാണ്. ശിവാലിക്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര്. ടിബറ്റിൽ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. എന്താണ്? സാങ്പോ. സാങ്പോ അല്ലെ, ശുദ്ധീകരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അരുണാചൽ പ്രദേശിൽ ഇതെന്താ അറിയപ്പെടും? ദിഹാങ്. ദിഹാങ് എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്നും ദെൻ ബംഗ്ലാദേശിൽ ജമുന എന്നുമാണ് അറിയപ്പെടുന്നത്. ജമുന ഓർത്തു വയ്ക്കണം, എപ്പോഴും ചോദിക്കുന്നതാണ്. ടിബറ്റിൽ സാങ്പോ, ആ ടി ഓർത്താൽ മതി. ടിബറ്റിൽ സാങ്പോ, അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്നാണ്. ദിഹാങ്. ദിഹാങ് ഓക്കെ, ദിഹാങ്. ബംഗ്ലാദേശിൽ ജമുന. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം വിസ്തീർണത്തിൽ ഏതാണ്? ഗോവയാണ് അല്ലേ. വിസ്തീർണത്തിൽ ഏറ്റവും ചെറുത് ഗോവയാണ്. ജനസംഖ്യയിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമാണ്. താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകാത്തത്? ശ്രദ്ധിക്കണം, കടന്നു പോകാത്തതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരുന്നത്? മണിപ്പൂരാണ്. ആൻസർ വരുന്നത് മണിപ്പൂർ. അപ്പോൾ കടന്നു പോകുന്നത് ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. 4, 5, 6, 7 ഓക്കെ. ഇത്രയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ന് കടന്നു പോകുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ഓക്കെ, മണിപ്പൂരിലൂടെ കടന്നു പോകുന്നില്ല. അടുത്തത്, ഇന്ത്യയുടെ പ്രധാന ഭൂഭാഗത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് മുനമ്പ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള മുനമ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും തെക്കേ അറ്റത്ത് ഇന്ത്യയുടെ പ്രധാന ഭൂഭാഗം, മെയിൻ ലാൻഡ് ഉണ്ടല്ലോ, ആ മെയിൻ ലാൻഡിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് എന്താണ്? അത് കന്യാകുമാരിയാണ് കേട്ടോ. ഇവിടെ കന്യാകുമാരി എന്നാണ്. കന്യാകുമാരിയാണ്. ഇനിയും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഏറ്റവും തെക്കേ അറ്റം അതെവിടെയാണ്? അത് ഇന്ദിര പോയിൻ്റ് ആണ് കേട്ടോ. ഇന്ദിര പോയിൻ്റ് ആണ്. അത് രണ്ടും മാറിപ്പോരുത്. ഓക്കെ. 22ാമത്തെ ചോദ്യം, പശ്ചിമ തീരത്തെ വടക്കൻ ഭാഗം എന്നറിയപ്പെടുന്നത് എന്താണ്? പശ്ചിമ തീരത്തെ വടക്കൻ ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? കൊങ്കൺ തീരം അല്ലേ. ഇന്ത്യയുടെ പശ്ചിമ തീരത്തിൻ്റെ വടക്കൻ ഭാഗം, അതായത് മഹാരാഷ്ട്ര, ഗോവ തീരങ്ങൾ, അത് കൊങ്കൺ തീരങ്ങൾ. ഓക്കെ. തെക്കൻ ഭാഗമാണെങ്കിൽ അത് മലബാർ തീരം അല്ലേ. കേരളം മലബാർ തീരമാണ് കേട്ടോ. നർമ്മദ, താപ്തി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? നർമ്മദ നദിക്കും താപ്തി നദിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? സത്പുരാ നിരയാണ് കേട്ടോ. സത്പുരാ നിരകൾ. ഗംഗാ നദി ബംഗ്ലാദേശിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര്. ഗംഗാ നദി ബംഗ്ലാദേശിൽ എന്ത് പേരിൽ അറിയപ്പെടുന്ന? പത്മ. പിന്നീട് അതെന്താകുന്നു? ബ്രഹ്മപുത്രയുമായി, അതായത് ജമുനയുമായി ചേർന്ന് മേഘ്നയായിട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. നമുക്കിത് SCRTയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ SCRT ചലഞ്ചും ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. 10th പ്രിലിംസ് ആയതുകൊണ്ട് നമ്മളൊരു 20 ഡേയ്സ് മാറ്റി വയ്ക്കുന്നു. എന്നാലും നമ്മൾ ഓൾറെഡി ഇന്ത്യൻ ഹിസ്റ്ററി SCRT 5 to 10 വരെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക് വൈസ് ആണ് നമ്മൾ SCRT എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ജോഗ്രഫി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCRT ആണ്. അപ്പോൾ ഓരോ ദിവസം SCRT നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 AM അതിൻ്റെ SCRTയുടെ MCQ സെക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് എവിടെയാണ്? ഗുജറാത്ത് അല്ലേ. ഗുജറാത്തിലാണ്. 2ാം സ്ഥാനം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യ പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിലും പൂർവാർദ്ധഗോളത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം കിഴക്ക് പടിഞ്ഞാറ് വീതിയേക്കാൾ കുറവാണ്. ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഏതാണ് ശരിയായിട്ടുള്ളത്? ശ്രദ്ധിച്ച് വായിക്കണം. 1 മാത്രം. എന്തുകൊണ്ടാണ്? 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം കിഴക്ക് പടിഞ്ഞാറ് വീതിയേക്കാൾ കുറവാണ്. അത് തെറ്റല്ലേ? കാരണം ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ. കിഴക്ക് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ 2933. അത് കൂടുതലാണ്. കുറവാണോ? അല്ല, കൂടുതലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് തെറ്റായി വന്നത്. ശരിയായിട്ടുള്ളത് 1 മാത്രമാണ്. 27ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അതിർത്തികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്?
ശരിയായിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യക്ക് 7 രാജ്യങ്ങളുമായി കര അതിർത്തിയുണ്ട്. അഫ്ഗാനിസ്ഥാനുമായാണ് ഇന്ത്യ ഏറ്റവും കുറഞ്ഞ കര അതിർത്തി പങ്കിടുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ളതാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണ് അല്ലേ. 1, 2 എന്നിവ ശരിയാണ്. അപ്പം കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ വരും? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് അല്ലേ. ഇതിൽ POK വഴി അഫ്ഗാനിസ്ഥാനുമായാണ് ഏറ്റവും കുറഞ്ഞ അതിർത്തിയുള്ളത്, 106 കിലോമീറ്റർ. അടുത്ത ചോദ്യം, ഹിമാലയ പർവ്വത നിരകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായതേത്? ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന നിര ഹിമാചൽ എന്നറിയപ്പെടുന്നു. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? 2 മാത്രം അല്ലേ. ഒന്നാമത്തെ ശരിയാണ്. ഹിമാലയം എന്ന് പറയുന്നത് മടക്ക് പർവ്വതമാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവനയിൽ എന്താണ് പറയുന്നത്? ഏറ്റവും ഉയർന്ന നിര ഹിമാചലാണോ? അല്ല, ഹിമാചൽ എന്ന് പറയുന്നത് മധ്യനിരയാണ്. ഹിമാദ്രിയാണ് ഏറ്റവും ഉയർന്ന നിര. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം ഉൾപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം സഹ്യാദ്രി എന്ന് അറിയപ്പെടുന്നു. ഏത് ഓപ്ഷനാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? പശ്ചിമഘട്ടമായി റിലേറ്റ് ചെയ്ത് രണ്ടും ശരിയാണ് അല്ലേ. പശ്ചിമഘട്ടത്തെ 2012 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇത് എന്താണ്? സഹ്യാദ്രി എന്ന് അറിയപ്പെടുന്നു. സിന്ധു നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതേത്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്തുള്ള ചെമ്യുങ്ദങ് ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇനി ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധുവിൻ്റെ പോഷക നദികളാണ്. ചോദിച്ചിട്ടുള്ളത് ശരിയായത് ഏതെന്നാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 മാത്രം അല്ലേ. ഒന്നാമത്തെ എന്താ തെറ്റാവാൻ കാരണം? സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസരോവർ തടാകത്തിനടുത്തുള്ള ബോക്കാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് അല്ലേ. ബ്രഹ്മപുത്രയാണ് എവിടെ നിന്ന് വരുന്നത്? ചെമ്യുങ് ദുങ്ങിൽ നിന്ന് വരുന്നത് അല്ലേ. അതെ. അടുത്ത 31ാമത്തെ ചോദ്യം എന്താണ്? ഗംഗാ നദീ വ്യൂഹത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. അളക നദിയും ഭഗീരഥിയും ദേവപ്രയാഗിൽ വെച്ച് ഒത്തുചേരുമ്പോഴാണ് ഗംഗാ നദി രൂപം കൊള്ളുന്നത്. യമുനയാണ് ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. ഏത് ഓപ്ഷനാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ് അല്ലേ. അളകനന്ദയും ഭഗീരഥിയും ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് ചേരുമ്പോഴാണ് ഗംഗ എന്ന് വിളിക്കുന്നത്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ഉപദ്വീപീയ നദികളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നർമ്മദ, താപ്തി എന്നിവ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണല്ലേ. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗവും കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേതാണ്? ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തിയുള്ളത്. ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട്. ശരിയായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? 1 മാത്രം അല്ലേ. പ്രസ്താവന 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. അതായത് ഉത്തർപ്രദേശിന് 8 സംസ്ഥാനങ്ങളുമായും ഒരു കേന്ദ്രഭരണ പ്രദേശവുമായി അതിർത്തിയുണ്ട്. എന്നാൽ രണ്ടാമത്തെ പ്രസ്താവനയിൽ പറയുന്നത് 5 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ടെന്നാണ്. അത് തെറ്റാണ് അല്ലേ. 5 സംസ്ഥാനമല്ല, ഇന്ത്യയിലാകെ 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട് അല്ലേ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ. അടുത്തത് എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ട്രോപ്പിക് ഓഫ് ക്യാൻസർ രേഖ ഇന്ത്യയെ ഏകദേശം 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. ഒഡീഷയിലൂടെ രേഖ കടന്നു പോകുന്നുണ്ട്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 1 മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. ഒഡീഷയിലൂടെ അതെന്ത് ചെയ്യുന്നില്ല? കടന്നു പോകുന്നില്ല. 35. ലക്ഷദ്വീപിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതേത്? ലക്ഷദ്വീപ് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവ പവിഴപ്പുറ്റുകളാൽ രൂപം കൊണ്ട ദ്വീപുകളാണ്. 2ഉം ശരിയാണല്ലോ. 1ഉം 2ഉം ശരിയാണ് അല്ലേ. കോറൽ പോളിപ്പുകൾ എന്ന ജീവികളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഇത് പവിഴ ദ്വീപുകൾ. സുന്ദർബൻസ് ഡെൽറ്റയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതേതാണ്?
ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ്. ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ചേർന്നാണ് ഈ ഡെൽറ്റ രൂപീകരിക്കുന്നത്. രണ്ടും ശരിയാണ്. 1, 2 എന്നിവ ശരിയാണ് അല്ലേ? രണ്ടും ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം അല്ലേ സുന്ദർബൻസ്. ഇത് കണ്ടൽ കാടുകൾക്കൊക്കെ പ്രസിദ്ധമാണ്. പശ്ചിമ തീരത്തെയും കിഴക്കൻ തീരത്തെയും കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. കിഴക്കൻ തീരം പടിഞ്ഞാറൻ തീരത്തേക്കാൾ വീതി കൂടിയതാണ്. തമിഴ്നാട് തീരം ചോളമണ്ഡല തീരം, കോറമണ്ടൽ തീരം എന്നറിയപ്പെടുന്നു. ഏത് പ്രസ്താവനയാണ് ഇതിൽ ആൻസർ ശരിയായിട്ട് വരുന്നത്? 1, 2 ശരിയാണ്. കാരണം എന്താണ്? കിഴക്കൻ തീരസമതലം പശ്ചിമ തീരസമതലത്തേക്കാൾ എന്താണ്? വീതിയുള്ളതാണ്. അതുമാത്രമല്ല, തമിഴ്നാടിൻ്റെ തീരപ്രദേശമാണ് കോറമണ്ടൽ കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. 38 നർമ്മദാ നദിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലെ ഭ്രംശ താഴ്വരയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. നർമ്മദാ നദിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ രണ്ടും ശരിയാണ്. മധ്യപ്രദേശിലെ അമർഖണ്ഡക് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദ വിന്ധ്യ സത്പുര നിരകൾക്കിടയിലെ റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്നു. ഇത് ഡെൽറ്റകൾ രൂപീകരിക്കുന്നില്ല, പകരം എന്താണ്? അഴിമുഖമാണ് ഇത് നിർമ്മിക്കുന്നത്. 39ാമത്തെ ചോദ്യം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. സിക്കിം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ 7 സിസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന സംസ്ഥാനമാണ്. അസം മറ്റെല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 2 മാത്രം അല്ലേ? 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്തുകൊണ്ടാണ്? സിക്കിം 7 സിസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. 7 സിസ്റ്റേഴ്സിൻ്റെ ഒരേ ഒരു സഹോദരൻ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്, സിക്കിമിനെ വിളിക്കാറുണ്ട്. ഇനി 2ാമത്തെ പ്രസ്താവന ശരിയാണ്. അസം മറ്റെല്ലാ 6 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്ത്യയുടെ സമയരേഖയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. ഇനി ഇത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? 1ഉം 2ഉം ശരിയാണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു, മിർസാപൂരിലൂടെ കടന്നു പോകുന്ന രേഖാംശം. 41ാമത്തെ ചോദ്യം. ഇനി 10 ചോദ്യങ്ങളും കൂടിയാണ് ഈ ഒരു MCQ സീരീസിലുള്ളത്. നാളെ നമ്മുടെ ജോഗ്രഫി തന്നെയായിരിക്കും. ജോഗ്രഫിയുടെ കുറച്ച് പാർട്ടുകൾ നാളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പൂർവ്വഘട്ട മലനിരകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. പശ്ചിമഘട്ടത്തെ പോലെ പൂർവ്വഘട്ടം തുടർച്ചയായ ഒരു മലനിരയല്ല. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ചു കടന്നാണ് ഒഴുകുന്നത്. ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ് അല്ലേ? പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ ഒരു തുടർച്ചയായ മലനിരയാണ് അല്ലേ? ചുരങ്ങളിലൂടെ മാത്രമേ അവിടെ നമുക്ക് മുറിച്ചു കടക്കാനാകൂ. എന്നാൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ പൂർവ്വഘട്ടത്തെ പലയിടങ്ങളിലായി മുറിച്ചു മാറ്റുന്നുണ്ട്. തണ്ണീർത്തടങ്ങളെയും തടാകങ്ങളെയും കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായതേത്? ഒഡീഷയിലെ ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമാണ്. ജമ്മു കാശ്മീരിലെ വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ് അല്ലേ? ചിൽക്ക തടാകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള കായൽ അല്ലേ, ലഗൂൺ. പിന്നെ ആദ്യത്തെ റംസാർ സൈറ്റൊക്കെയാണ്. ഇനി ജമ്മു കാശ്മീരിലെ വൂളാർ തടാകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ജലം നദി മൂലമാണത് രൂപപ്പെടുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിലെ പർവ്വത ചുരങ്ങളെക്കുറിച്ചുള്ള ജോഡികൾ പരിശോധിക്കുക. സോജില ചുരം ജമ്മു കാശ്മീർ ലഡാക്ക്, ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ഏതാണ്? 1ഉം 2ഉം ശരിയാണ് അല്ലേ? സോജില ചുരം എന്ന് പറയുന്നത് ശ്രീനഗറിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്നു. ഷിപ്കില അത് ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തീരദേശ റെയിൽവേ ലൈനുകളെയും തുറമുഖങ്ങളെയും കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആകെ 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത്. കൊൽക്കത്ത ഒരു നദീതീര തുറമുഖമാണ്. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? 1ഉം 2ഉം ശരി. 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട് അല്ലേ? അതെ. പിന്നെ നമ്മുടെ കൊൽക്കത്ത ഒരു നദീതീര തുറമുഖമാണ്. കൊൽക്കത്ത ഹൂഗ്ലി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഹൂഗ്ലി നദി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ നദീതീര തുറമുഖമാണ്.
45-ാമത്തെ ചോദ്യം, കാവേരി നദിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതേത്? കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. ശിവസമുദ്രം വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ്. കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് ശിവസമുദ്രം വെള്ളച്ചാട്ടം. 46-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ താർ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്തായാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ലൂണി നദി താർ മരുഭൂമിയിൽ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ്. ഏതാണ്? 2ഉം ശരിയാണ് അല്ലേ. താർ മരുഭൂമി ആരവല്ലി മലനിരകളുടെ പടിഞ്ഞാറൻ മഴനിഴൽ പ്രദേശത്താണ്. അവിടെയുള്ള പ്രധാന നദിയാണ് ലൂണി അല്ലേ, ലൂണി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര അതിരുകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? മക്മോഹൻ രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിലുള്ള അതിർത്തിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള തെറ്റായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റ്? 1ഉം 2ഉം തെറ്റാണല്ലേ. 1ഉം തെറ്റാണ്, 2ഉം തെറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മക്മോഹൻ എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖയാണ്. റാഡ്ക്ലിഫ് രേഖ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ്. ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം, 48-ാമത്തെ ചോദ്യം എന്താണ്? പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിൻ്റെ അതിർത്തികളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. പശ്ചിമ ബംഗാളിന് നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളുമായി അതിർത്തിയുണ്ട്. പശ്ചിമ ബംഗാളിന് സിക്കിം സംസ്ഥാനവുമായി അതിർത്തിയുണ്ട്. ഏത് പ്രസ്താവനയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണല്ലേ. പശ്ചിമ ബംഗാളിന് അന്താരാഷ്ട്ര തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളുമായി അതിർത്തിയുണ്ട്. കൂടാതെ ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിമുമായിട്ട് ഇത് അതിർത്തി പങ്കിടുന്നുണ്ട് അല്ലേ. അത് 49-ാമത്തെ ചോദ്യം, കൃഷ്ണ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. തുംഗഭദ്ര കൃഷ്ണയുടെ ഒരു പ്രധാന പോഷക നദിയാണ്. ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ് അല്ലേ. 1ഉം 2ഉം ശരിയാണ്. മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് വഴി ഒഴുകി ബംഗാൾ ഉൾക്കടലിലാണ് ഇത് പതിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, തുംഗഭദ്ര, കൊയ്ന, ഭീമ എന്നിവയൊക്കെ ഇതിൻ്റെ പ്രധാന പോഷക നദിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 10 ഡിഗ്രി ചാനൽ ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും വേർതിരിക്കുന്നു. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ്. ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും വേർതിരിക്കുന്നത് ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. ഓക്കെ, അപ്പോൾ 50 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നാളെയും ഇതിൻ്റെ ഒരു പാർട്ടും കൂടിയുണ്ട്, ജോഗ്രഫി. അങ്ങനെ 2 പാർട്ടിലായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.